മകളെ നീ അനുദപിക്കുക, പശ്ചാത്തപിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 16:13. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല, ദൈവഭക്തൻ്റെ ക്ഷമ വ്യർത്ഥ ആവുകയില്ല. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുക. കട്ടെടുത്ത പണവുമായിട്ട് എന്തേലും പോയാലും ഒരുത്തിനും രക്ഷപ്പെടാൻ പോകുന്നില്ല. നേരായ വഴിയിലൂടെയുള്ള പണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കട്ടെടുത്ത പണം ഇന്നല്ല നാളെ അത് ഏതെങ്കിലും വഴിയിലൂടെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കും. അത് എവിടുന്ന് സമ്പാദിച്ചാലും ശരി അത് പോകും. അത് ബൈബിളിൽ എഴുതിക്കുന്ന വചനമാണ്. അതിന് യാതൊരു മാറ്റവും. നേരായ മാർഗത്തിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കപ്പെട്ടുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16-17. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർമ്മിക്കുക, അത്യന്തം വിനീതനാകുക. എന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. അധർമ്മയ്ക്ക് അഗ്നിയും പുഴു. ഇന്നിപ്പം നരകത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർ അയ്യോ അങ്ങനെ ഉണ്ടോ, അങ്ങനെ വലിയ ശാസ്ത്രം പറയും. ഞാനത് ശാസ്ത്രങ്ങളൊന്നുമില്ല. ഈ ആത്മീയ ലോകത്തെക്കുറിച്ച് മരിച്ചുയർത്തെന്നിട്ട് യേശു ക്രിസ്തു ഈശോ മിശിഹ പറയുന്നല്ലാത്ത വേറെ ആര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈശോ മിശിഹ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമായിട്ടും ഉണ്ടാവും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. കാരണം ഈശോയ്ക്കല്ലേ ഇതല്ല അറിയത്തുള്ളൂ. ഈശോയ്ക്കല്ലേ. ശരിക്കും ഞാൻ ലാസറിൻ്റെയും ധനവാൻ്റെ ഉപമ പറയുമ്പോൾ ഈശോ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരുന്ന പുത്രൻ തമ്പുരാനാണ് ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചു വന്നത്. അപ്പോൾ ഈശോ പറയുന്നൊരു അനുഭവം, ആ സ്വർഗത്തിൽ ഈശോ കണ്ടുമുട്ടിയൊരു അനുഭവമാണ് ഈശോ പറയുന്നത്. അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും അതുപോലെ തന്നെ അഗ്നിയിൽ കിടക്കുന്ന, ഗഹന്നയിൽ കിടക്കുന്ന, നരകാഗ്നിയിൽ കിടക്കുന്ന ധനവാനെ കുറിച്ച് പറഞ്ഞ് ഈശോ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈശോ പറയുന്നല്ലാതെ ഇപ്പോൾ നാട്ടിലുള്ള പ്രൊഫസർമാർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിലും പഠിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതെല്ലാം ആരിൽ നിന്നുമൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിച്ചു എന്നും അറിയാവുന്ന ശരിയാണെന്ന് പറഞ്ഞാൽ 100% പൊട്ടത്തെറ്റാണ്. ഈശോ മിശിഹ മരിച്ചു ഉയർത്തി സ്വർഗത്തിൽ ഇരിക്കുന്ന ഈശോ മിശിഹ. ആ ഈശോ മിശിഹയുടെ വചനമേ ഉള്ളൂ സത്യം. അതാണ് യോഹന്നാൻ 17:17. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഈശോയാണ് സത്യം, ഈശോയാണ് വചനം, ദൈവത്തിൻ്റെ വചനമാണ് ഈശോ മിശിഹ. അതാണ് യോഹന്നാൻ 1:14-15. വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു.